ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് കുവൈത്തിൽ നടന്ന ഇരട്ട കൊലപാതകം. അതിൻ്റെ ചുരുള് അഴിഞ്ഞു വരുന്നതേയുള്ളൂ. യഥാർത്ഥത്തിൽ പലതും പല സംശയങ്ങളുമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെങ്കിലും ഇപ്പോൾ വരുന്ന വിശ്വസ്തമായ അഥവാ ദിവസങ്ങൾക്കു ശേഷമാണല്ലോ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാന സത്യം പുറത്തു വരുന്നത്. ആദ്യം നമ്മൾ പറയുമല്ലോ, പെട്ടെന്ന് തന്നെ കാള പറ്റ് കയറെടുക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ പ്രസക്തമാണ്. എന്ന് പറഞ്ഞാൽ കാള പറ്റു എന്ന് പറയുന്നത് തന്നെ സത്യമല്ല. കാള പ്രസവിക്കുകയില്ലല്ലോ. പക്ഷേ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ കെട്ടുന്നതിന് വേണ്ടി കയറെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനുഷ്യൻ ചിന്തിക്കാതെ പെട്ടെന്ന് ധൃതിപ്പെട്ട് പറയുന്ന വാക്കുകളായിരുന്നു യഥാർത്ഥത്തിൽ ആ ഇരട്ട കൊലപാതകത്തിൻ്റേതായിട്ട് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടെ അതിൻ്റെ സത്യം വെളിപ്പെട്ടു വന്നു. അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്താണ് ആ യഥാർത്ഥ സത്യം? അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗുണപാഠം നിലനിൽക്കുന്നുണ്ട്. സംഗതി എന്തു തന്നെയായാലും എന്താണ് ഇതിൻ്റെ അടിസ്ഥാന സത്യം? അതാണല്ലോ നമ്മളേവരും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ജിജ്ഞാസഭരിതരായിട്ട് ആകാംക്ഷഭരിതരായിട്ട് നമ്മളിതിൻ്റെ സത്യമറിയാനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിൻസി സൂരജ് എന്ന് പറയുന്ന ഈ 2 പേരും പഠനകാലത്ത് പരിചയപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ബിൻസി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ പഠനകാലത്ത് യഥാർത്ഥത്തിൽ ഇവർ പരസ്പരം പഠനകാലത്താണോ ഇനി അല്ലാതെയോ ആണോ അറിഞ്ഞുകൂടാ, ഈ പറയുന്ന സൂരജ് എന്ന് പറയുന്ന ഈ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ സൂരജിനെ ുമായിട്ടുള്ള പ്രണയം യഥാർത്ഥത്തിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ബിൻസി. അങ്ങനെയാണ് കുടുംബങ്ങൾക്ക് ഒരിക്കലും അത് ഇഷ്ടമായിരുന്നില്ല ഇവർ തമ്മിൽ വിവാഹം ചെയ്യുന്നതിന്. അതങ്ങനെ ഇരിക്കുമല്ലോ. സാമ്പത്തിക കുടുംബമുള്ള ആ വിഭാഗത്തിന് ഈ പാവപ്പെട്ട ചെറുക്കനെ സ്വീകരിക്കുന്നതിൽ മടിയുണ്ടാകും. അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ സാധാരണ കാണുന്ന പരസ്പരം തിരിച്ചും അങ്ങനെ തന്നെയാണ്. സാമ്പത്തികമാണ് പ്രധാനം. പക്ഷേ ഈ പെൺകുട്ടി ആ സാമ്പത്തികത്തേക്കാൾ സൂരജിനോടുള്ള പ്രണയം, അത് തന്നെ സ്നേഹം, അവിടെ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ യഥാർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ സൂരജ് ഒരു മോശപ്പെട്ടവനോട് കൊള്ളരുതാത്ത സ്വഭാവക്കാരനോ ഒന്നുമല്ല. പക്ഷേ സൂരജിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ഏറ്റവും മോശമായ ഒരു സ്വഭാവമുണ്ടായിരുന്നു, അഥവാ സംശയം. അതോടൊപ്പം തന്നെ ക്ഷിപ്രകോപം. 2 കാരണങ്ങളാണ് ഈ പറയുന്ന ഈ കുടുംബത്തെ ഇങ്ങനെ നാമാവശേഷമാക്കിയതും അനന്തരം ആ കുടുംബം ഇത്രയേറെ കണ്ണീര് കുടിക്കേണ്ടി വന്നത്. ഇനി ഈ 2 കുട്ടികളുണ്ട്. 7ഉം 4ഉം വയസ്സായിട്ടുള്ള 2 കുട്ടികളുടെ ജീവിതം ഇനി എവിടെയാണ്? അനാഥത്വത്തിലേക്ക് തള്ളി. മാത്രമല്ല ഇവർ ഇപ്പോൾ കുവൈത്തിലാണ് കാലങ്ങളായിട്ട്. ആദ്യമായിട്ട് ഡൽഹിയിലോ മറ്റോ ആയിരുന്നു. അങ്ങനെ 2 പേരും പിന്നീട് കുവൈത്തിലെത്തി. അഥവാ ബിൻസി യഥാർത്ഥത്തിൽ എന്താ പറയുക, ബിൻസി അവിടുത്തെ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പാസ്സായി അവിടുത്തെ ഡിഫൻസിലെ ഹെൽത്ത് വിഭാഗത്തിലാണ് ജോലി എടുക്കുന്നത്. നല്ല ശമ്പളമാണ്. കുവൈത്തിൽ തന്നെ പൊതുവേ നല്ല ശമ്പളമാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡിഫൻസ് മിനിസ്റ്ററിയിലൊക്കെ വാരിക്കൂട്ടി കൊടുക്കുകയാണ് യഥാർത്ഥ ശമ്പളം. അപ്പോൾ ബിൻസി അതോടൊപ്പം തന്നെ സൂരജിനെയും പിന്നീട് എന്താ പറയുക, ഒരു ഹെൽത്ത് വിഭാഗത്തിലും ഉയർന്ന ജോലി വഹിക്കുന്നുണ്ട്. 2 പേർക്കും ഇഷ്ടം പോലെ ശമ്പളം. കുട്ടികൾ ഇതുവരെയും അവിടെ ഒപ്പമാണ്. കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവിട്ടത്. അപ്പോഴൊന്നും തന്നെ യാതൊരു ഇവർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അന്നേ ദിവസം അഥവാ ഇടയ്ക്കൊക്കെ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏതാനും ദിവസമായിട്ട് സംശയരോഗം ശക്തിപ്പെട്ടു സൂരജിന്. അതോടൊപ്പം തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ക്ഷിപ്രകോപം. അങ്ങനെയാണ് ക്ഷിപ്രകോപം. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും യഥാർത്ഥത്തിൽ ഇയാൾ ഇസ്ലാമിനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിടുന്നത്? ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ എനിക്കത് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. അഥവാ അത് നന്മയുടേതാണ് ആ വേദഗ്രന്ഥം. ഒമൻ നഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ എല്ലാത്തിനും പ്രഖ്യാപിക്കുന്ന വാക്കാണത്. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിനേക്കാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് ഞാൻ ഒമൻ നഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്
താൻ മുസ്ലിമാണെന്ന് പറയുകയും ആ സത്യമാർഗത്തിലേക്ക് ആളെ വിളിക്കുകയും ചെയ്യുന്ന അതിലേറെ വലിയ സൽക്കർമ്മം വേറെ എന്താണുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാം. സത്യമാർഗത്തെ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ സംഭവിച്ചത്, ഞാൻ പറഞ്ഞത് ഇന്നൽ ഒളബ മിന ഷൈത്താൻ, പ്രവാചകൻ ശക്തിമത്തായിട്ട് പറഞ്ഞ ഒരു വാക്കാണ്. ഇന്നൽ ഒളബ മിന ഷൈത്താൻ വഖുലിക ഷൈത്താനു മിനന്നാർ. അതാണ് ആ വീട് എന്ന് പറഞ്ഞാൽ തീ കൊണ്ടാണ് പിശാചിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് കത്തിയാളുക തന്നെ ചെയ്യും. അഥവാ അത് ഷൈത്താനാണ്. ഇന്നൽ ഒളബ മിന ഷൈത്താൻ. ദേഷ്യം നമ്മൾ നിയന്ത്രിക്കണം. അതുകൊണ്ട് പ്രവാചകൻ അത് വിശദീകരിച്ചു. എന്ത് പറഞ്ഞു? ഒരു 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 യുദ്ധത്തിൽ വിജയം വരിക്കുന്ന, ഇപ്പം നമ്മളൊക്കെ പറയുമല്ലോ, യുദ്ധത്തിൽ പോരാളിയായിട്ട് വിജയം വരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? വലിയ സംഭവമല്ല. തോറ്റ പോരാളിയല്ല, മറിച്ച് വിജയിച്ച പോരാളി. ആ വിജയിച്ച പോരാളിക്ക് നമ്മൾ എന്താ വലിയ ബഹുമാന്യതയാണ്. ഒരു രാഷ്ട്രത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, അയാൾ ആ പട്ടാള തലവനെ അനുമോദിക്കുകയും അല്ലേ, വീര പുരസ്കാരം കൊടുക്കുകയും വീരചക്രം കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ യുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ വിജയി, മറിച്ച് കോപം വന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയി. അത് ഇതാ ഇവിടെ സൂരജിൻ്റെയും ബിൻസിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കിയത് ഈ പറയുന്ന സൂരജിൻ്റെ കോപമാണ്, ക്ഷിപ്രകോപമാണ്. ക്ഷിപ്രകോപം സംശയത്തിന് ഇടവരുത്തും. ഇനി സംശയം ചെറുതാണെങ്കിൽ പോലും ആ സംശയത്തെ തുടർന്നുണ്ടാകുന്ന പിന്നീട് ബഹളങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ട് ആ ബഹളം പിന്നീട് നടത്തൽ എവിടെയാണ്? കൊലപാതകത്തിലാണ് എത്തുക, ആക്രമണത്തിലെത്തും. പിന്നെ നടക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. പിശാചാണ്, അതാണ്. ആ പിശാചായ മനുഷ്യൻ പിന്നീട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക, എന്തൊക്കെയാണ് ചെയ്യുക, അനന്തര ഫലത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് എന്തു സംഭവം കോപം വന്നാൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരഭാഗം ഒന്ന് നനയട്ടെ, നിങ്ങളൊന്ന് കുളിച്ചു വരൂ, അല്ലെങ്കിൽ നിങ്ങൾ വുളു എടുത്തു വരൂ. പെട്ടെന്ന് കോപം കൊണ്ട് പറയുന്ന വാക്കുകൾ, കോപം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ പിന്നീട് അയാൾ ഖേദിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള അവിവേകം ചെയ്താൽ പിന്നീട് അയാൾക്ക് ഖേദിക്കാനും അവസരമില്ല. അയാൾ വേറെ എന്തെങ്കിലുമാണ് അയാൾ ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. അവളെ 2 അടി കൊടുത്തു, അതൊരു പ്രശ്നമാകുന്നില്ല. ഇനി അതല്ലെങ്കിൽ അവളെ എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു, ആലോചിച്ച് നോക്കും. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് നിയന്ത്രണം വിട്ടു. അപ്പോൾ അയാൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഗുണദോഷങ്ങൾ, അതിൻ്റെ അനന്തര ഫലങ്ങൾ എത്രത്തോളമാണ് ബാധിക്കുക, ഇതൊന്നും ആ പിശാചായി മാറിയിട്ടുള്ള അഥവാ കോപം എന്ന ആ വിഭവത്തെ ഉൾക്കൊണ്ടപ്പോൾ, അഥവാ ആ ആയുധത്തെ സ്വീകരിച്ചപ്പോൾ, ആ ആയുധത്തെ ഉപയോഗപ്പെടുത്തിയപ്പോൾ, അഥവാ മനുഷ്യനെ ആ കോപം നിയന്ത്രിക്കുക, ആ കോപം എന്താക്കി കീഴ്പ്പെടുത്തി കളഞ്ഞു. മനുഷ്യൻ കോപത്തെയാണ് കീഴ്പ്പെടുത്തി കളയേണ്ടത്. പക്ഷേ കോപം മനുഷ്യനെ കീഴ്പ്പെടുത്തിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താ സംഭവിച്ചത്? ആലോചിച്ച് നോക്കൂ. ഒരിക്കലും അവർ ആത്മഹത്യ ചെയ്യുന്നവരല്ല. അങ്ങനെയുള്ളവരാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോയവരാണ്. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ. പെട്ടെന്ന് അവർ വിവരമില്ലാത്തവരുമല്ല. അഥവാ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും അതുവഴി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തപ്പെടണമെന്നും അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ അവസ്ഥയുമാണ്. ഉയരങ്ങളിലെത്തുക എന്നത് ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇന്ന് സാമ്പത്തികം തന്നെയാണ് ഉയരങ്ങളിലെത്തുന്നത്. ഞാൻ സാധാരണ പറയാറുള്ളത്, മുസ്ലിങ്ങളിലെ ഒരു മഹല്ല് കമ്മിറ്റി പോലും തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടുത്തെ സമ്പന്നനെയാണ്. ഇനി രാഷ്ട്രീയത്തിലെത്തുന്നതോ നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന CPM പോലെയുള്ള ഇടതുപക്ഷ കക്ഷികൾ പോലും അവിടെ സ്ഥാനാർത്ഥികളാക്കുന്നത് സമ്പന്നന്മാരെയാണ്, മുതലാളികളെയാണ്. നമുക്കറിയാം 500-ലേറെ വരുന്ന MP-മാരുള്ള നമ്മുടെ കേന്ദ്രത്തിൽ പോലും, നമ്മുടെ ഭാരതത്തിൽ പോലും, അഥവാ ശതകോടീശ്വരന്മാരാണ് യഥാർത്ഥത്തിൽ ധാരാളമുള്ളത്. ഇനി BJP-യുടെ പ്രസിഡന്റ് പോലും രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ യോഗ്യത കൊണ്ടല്ല. നേരെ ചൊവ്വേ പറയാൻ പോലും, മലയാളം പറയാൻ പോലും കഴിയാത്ത ആ രാജീവ് ചന്ദ്രശേഖരനെ എന്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പിടിച്ചിട്ടിട്ടുള്ളത്? പണമാണ് പ്രധാനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ പണമാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് കുവൈത്തിൽ നിന്ന് കിട്ടുന്ന വലിയ ശമ്പളം പോലും അതിനേക്കാൾ വലിയ ശമ്പളം ലഭിക്കണമെന്ന നിലക്ക്
ഇരുവരും ആസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. ആലോചിച്ച് നോക്കൂ. പക്ഷേ ദൈവവിധി മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? ആ സംഭവങ്ങളൊന്നും ഒക്കെ പരാജയപ്പെട്ടു. മാത്രമല്ല അവിടെ സമ്പത്ത് ഇനി ആർക്കാണ് വേണ്ടത്? അവർ ഈ അധ്വാനിച്ചുണ്ടാക്കിയ പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന ആ സമ്പത്തിനി ആർക്ക് വേണം? അതോടൊപ്പം സങ്കടകരമായത് അവരെ പ്രതീക്ഷിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് ഇനി ആരാണുള്ളത്? മാത്രമല്ല അവിടെ അനാഥമായ 2 കുഞ്ഞുങ്ങളുടെ സ്ഥിതി ഇനി എന്താണ്? എത്രമാത്രം പ്രയാസത്തിലായിരിക്കും? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അതാണ് മനുഷ്യൻ അവന് ഏറ്റവും ആവശ്യമായത് എന്താണ്? കോപത്തെ നിയന്ത്രിക്കുക, അഥവാ ക്ഷമ. എല്ലാത്തിനും ക്ഷമ. ചിലരൊക്കെ പറയാറുണ്ട് ചില പെട്ടെന്നുള്ള നിയന്ത്രണമില്ലായ്മ. ഈ കോപം പോലെ തന്നെ ക്ഷമകേട് മനുഷ്യനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. ഒന്ന് ക്ഷമിക്കാൻ കഴിയായ്മ. ചിലരൊക്കെ ഉണ്ടങ്ങനെ. സബൂറാക്ക് എന്ന് പറഞ്ഞാൽ, ക്ഷമിക്ക് സഹോദര എന്ന് പറഞ്ഞാൽ ഇതെന്നെ വടിവെക്കണോ എന്ന് പറയും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്നാണ് പറഞ്ഞത്. ആദ്യം ക്ഷമ കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം എന്താക്കുക? പരസ്പരം സഹായിക്കുക. എന്തുകൊണ്ട്? നിങ്ങൾ പരസ്പരം വസിയത്ത് അഥവാ ഉപദേശം നൽകുക. നിങ്ങൾ പരസ്പരം അള്ളാഹുവിനോട് സഹായം തേടുക. ബിസ്സബിരി, ക്ഷമ കൊണ്ട്. അത് പറഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനമായ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. അൽ ബഖറയിൽ പറയുന്ന ഒരു വചനമാണ് ഞാൻ ഈ പറഞ്ഞത്. അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വളരെ സൂക്ഷ്മമായ, വളരെ ആത്മാർത്ഥമായ ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ഇത് രണ്ടിനും അതിൻ്റെ മുറ പോലെ കഴിയൂ എന്നാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ മുറ പോലെ കഴിയുന്നില്ല. ഒതു എടുക്കുന്നത് ഉണ്ട്, മുറ പോലെ ഒതു എടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ മുസ്ലിങ്ങളുടെ ഒതുവൊക്കെ കണ്ടാൽ ഞാൻ അതൊന്നും ഇതിൽ പറയല്ല. അപ്പം ഞാൻ പറയുന്നത് ക്ഷമകേട്, അതാണ്. ക്ഷമിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പാണ്. അപ്പോൾ ഈ ബിൻസിയുടെ കാര്യത്തിലായാലും ഈ സൂരജിൻ്റെ കാര്യത്തിലായാലും ആരെങ്കിലും ഒരാൾ ഒന്ന് കുറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചിരുന്നു എങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. അപ്പുറത്തുള്ള ബിൻസി പറയുമ്പോൾ അല്ലെങ്കിൽ സൂരജ് പറയുമ്പോൾ അത് ഇവർ പ്രകോപിതരാകുന്നത് കൊണ്ടാണ്. അതാണ് കോപം ശക്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥയും ക്ഷമിക്കാൻ കഴിയായ്മയും. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ക്ഷമകേടും കോപവും രണ്ടും ഈ ലോകത്തെ നശിപ്പിക്കുന്നു. എന്നതുപോലെ തന്നെ പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്തെയും അത് ഇല്ലാതാക്കി കളയുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തുന്നതും ഇത്തരത്തിലുള്ള കൂട്ടക്കൊലയിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇവർ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? രാജ്യത്തിന് വേണ്ടിയല്ല. ഒരു രാജ്യത്തിന് വേണ്ടി പോരടിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെ ഓടിച്ചുകൊണ്ട് ആ യുദ്ധക്കളത്തിൽ വീരപോരാളിയായിട്ട് മരിച്ചു വീണവരല്ല ഇവർ 2 പേരും. മറിച്ച് ഏറ്റവും നീചമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ ഇവർ പരസ്പരം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഏറ്റവും ഹീനമായ ആയുധങ്ങൾ കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധത്തിൽ പോരാളി മരിച്ചു വീഴുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അഭിമാനത്തോടുകൂടെ, അന്തസ്സോടുകൂടെയാണെങ്കിൽ ഇവർ 2 പേരും കൊല്ലപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നിന്ദ്യമായിട്ടുള്ള രീതിയിൽ, നിന്ദ്യമായ ആയുധങ്ങൾ കൊണ്ട്. കോപമെന്ന നിന്ദ്യമായ ആയുധവും സംശയമെന്ന മറ്റൊരു നിന്ദ്യമായ ആയുധവും ക്ഷമകേട് എന്ന മറ്റൊരു നിന്ദ്യമായ ആയുധവും എല്ലാ നിന്ദ്യമായ ആയുധങ്ങൾ കൊണ്ടുമാണ് ഈ 2 പേരെയും നമുക്ക് നഷ്ടമായത്. അവർ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതിയ വീരപുരസ്കാര അർഹരല്ല. അഥവാ ആ മരണത്തിൽ നമുക്ക് എന്താ പറയുമ്പോൾ ആ മരണത്തിന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 2 ലോകവും ഇല്ലാതാക്കി എന്ന് തന്നെയല്ലേ നമ്മൾ പറയേണ്ടത് വിശ്വാസികളാണെങ്കിൽ. ഇനി വിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളവും ഈ ഭൗതിക ജീവിതം അവർ പൂർണ്ണമായി പരാജയപ്പെടുത്തിയതോടൊപ്പം വരാനിരിക്കുന്ന അവരുടെ പിൻഗാമികളായ കുഞ്ഞുങ്ങളുടെ കഥ പോലും ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വേദനയുണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, മനുഷ്യരെ, നിങ്ങൾ എപ്പോഴും ക്ഷമ അവലംബിക്കുന്നവരാകൂ. ക്ഷമ നിങ്ങളെ ഒരിക്കലും എന്താക്കുന്നില്ല. ക്ഷമ നിങ്ങളെ ഒട്ടും തന്നെ 2 ലോകത്തും, അഥവാ ക്ഷമ നിങ്ങളെ ഒരിക്കലും മോശമാക്കുന്നില്ല. ഒരാളുടെ കാല് പിടിക്കേണ്ടി വന്നാൽ പോലും നോക്കണം, എന്നോട് ക്ഷമിക്കൂ എന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നത്, ഒന്ന് താന്നു നിൽക്കുന്നത് ഏറ്റവും ഗുണകരമായ സംഗതിയാണ്. ലോകത്തിൻ്റെ അന്തസ്സിനും അഭിമാനവും, ഒരു വ്യക്തിയുടെ അഭിമാനവും ഒരാൾക്ക് മുമ്പിൽ താഴുന്നത് കൊണ്ടല്ല,
എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഉയരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മനുഷ്യൻ ഞാൻ വലിയവനാണ് എന്ന് അഹങ്കരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ മാന്യത നഷ്ടപ്പെടുന്നത്. വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും കീഴ്പ്പെടുത്താനാവാത്തത് ഒന്നും തന്നെ ഇല്ല എന്ന് ഈ മരണത്തിൽ നിന്ന് എങ്കിലും നമ്മൾ പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.